അവൻ വന്നത് പിന്നെ 90-75 എന്നുള്ള വണ്ടി നമ്പർ ഒരു മാസ്ട്രോയെ ചുമപ്പ് വണ്ടിയാണ് വന്നത്. ഈ വണ്ടി കായംകുളം മൂർത്തി ലക്കി സെന്റർ ചെല്ലുമ്പം 93-97 എന്നുള്ള വണ്ടി നമ്പരാക്കി. അപ്പൊ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോ ഈ നമ്പറിൽ വിളിച്ചപ്പോ തൃശ്ശൂരുള്ള ഒരാളാണ് ഫോൺ എടുത്ത. പുള്ളിയുടെ വണ്ടി ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ആ വണ്ടിയുടെ ഫോട്ടോ ഞങ്ങൾക്ക് ഇട്ട് തന്നു. ഓ അത് ശരി അത് ശരി. അപ്പൊ ഈ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റാത്ത അവർക്ക് കൊടുക്കുന്ന നമ്പർ പ്ലേറ്റ് വെച്ച് അവർ അന്വേഷിക്കുമ്പോൾ ഇവന്മാര് നമ്പർ മാറ്റി ഇവരും നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. ഇരിക്കുക. അപ്പൊ പിന്നെ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇവന്മാര് എന്തായാലും ഇതെന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാ ഇവര്. അല്ല ചേച്ചി, ഇവര് സാധാരണ ഇവര് മാസ്ക് ഒക്കെ വെച്ച് അത് ഹെൽമെറ്റ് ഒക്കെ വെച്ച് മറച്ചോണ്ടായിരിക്കും വരുന്നത് അല്ലേ? ആണ്. കായംകുളത്ത് ചെന്നപ്പോ അവര് ഞങ്ങളെ ഗ്രൂപ്പിലിട്ട് അവർക്ക് അറിയാമായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞ കയറിയിരിക്കും പൈസ ഇപ്പൊ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് അവരാരെയോ ഫോൺ ഫോൺ എടുത്തപ്പോ ഇവ ടിക്കറ്റ് പോലും മേടിക്കാതെ ഓടിക്കളഞ്ഞു. അതാണ്. പക്ഷെ പ്രായമുള്ള ഒരു അച്ഛനായിരുന്നു. അപ്പൊ പുള്ളിക്ക് പുറകെ ഓടാൻ പറ്റത്തില്ല, കട തുറന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടത്. അത് വെട്ടി ഒട്ടിച്ചതൊക്കെ ആയിരുന്നു. അത് പ്രായമുള്ളവർക്ക് അത് അറിയാൻ വയ്യാതെ പോയതായിരുന്നു. ഇത് വെട്ടി ഒട്ടിച്ചതല്ല, പ്രൈസ് ടിക്കറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതാണ്. പ്രൈസ് ടിക്കറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അത് നമ്പരൊക്കെ അതുപോലെ കാണിക്കും. സ്കാൻ ചെയ്യുമ്പോൾ ബാർകോഡ് പിടിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്കാനർ അയച്ചു കൊടുത്തിട്ട് പൈസ അയച്ചു കൊടുത്താൽ അത് പിടിക്കുന്നുണ്ടല്ലോ QR കോഡ്. അല്ല, ഈ ഫോട്ടോസ്റ്റാറ്റ് പിടിക്കുമല്ലേ? QR കോഡ് പിടിക്കുമല്ലേ? പിടിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ എത്ര രൂപ നഷ്ടപ്പെട്ടു? ഞങ്ങളുടേത് 15,000 രൂപ ഒരു സീലും. 15,000 രൂപ സീലുമാണ് ചേച്ചി നഷ്ടപ്പെട്ടത് അല്ലേ? അതെ അതെ. അപ്പൊ ആ സീല് നിങ്ങളുടെ ജൂൺ 20-ാം തീയതിയാണ് ഈ തട്ടിപ്പ് നടന്നത്. അതെ. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പോ റീസെന്റ് ഇപ്പൊ സ്ത്രീശക്തിയുടെ ടിക്കറ്റ് ഇതുപോലെ സീലടിച്ചിട്ട് പറ്റിച്ചല്ലോ. അപ്പൊ അത് പിന്നെ എങ്ങനെ സംഭവിച്ചത്? നമ്മുടെ സീൽ അവര് ഉപയോഗിച്ചതാ അല്ലേ? സീൽ അവര് ഉപയോഗിച്ചത്. നമ്മൾ അതിന് കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ അതിന് നമ്മള് എവിടാ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്? ഞങ്ങള് സൗത്ത് സ്റ്റേഷൻ അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഇത് ഈ വന്ന ആൾക്കാരെ എന്തേലും നമുക്ക് അറിയാവുന്നവര് വല്ലതും ഉണ്ടോ? അറിയാവുന്നതായിട്ട് അവര് ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ആളെ വ്യക്തമല്ലായിരുന്നു. പക്ഷെ അന്നിവിടെ പിന്നെ ക്യാമറയിൽ നിന്ന് അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഫോട്ടോ അവിടെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചായിരുന്നു. ഇപ്പൊ നമുക്ക് ജൂണിലാണ് ഈ തട്ടിപ്പ് നടന്നത്. അതിനുശേഷം 15,000 രൂപ നമ്മൾ നഷ്ടപ്പെട്ടു. അന്ന് നമ്മൾക്ക് അമ്പുജൻ ലോട്ടറി പാലക്കാട് എന്ന് പറയുന്ന ഒരു ടിക്കറ്റാണ് നമുക്ക് ഇവിടെ വന്നത്. പക്ഷെ അതിന് ഫോൺ നമ്പർ ഇല്ലായിരുന്നു അല്ലേ? അതിനുശേഷം നമ്മുടെ സീൽ ഇവർ എങ്ങനെ കൈക്കലാക്കിയെന്ന് വല്ലതും അറിയാവോ? അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ അകത്ത് തട്ട് കിടക്കുന്നത് ഇച്ചിരി അകത്തോട്ട് കയറിയാണ് നമ്മുടെ ഉള്ളിലോട്ട് കയറിയെങ്കിലേ കടയ്ക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പൈസ എടുക്കാൻ അങ്ങോട്ട് പോയപ്പോഴാണ് എടുത്ത് മാറ്റിയത്. അപ്പൊ ഇപ്പം റീസെന്റ് ആരൊക്കെ വിളിച്ചിട്ടുള്ളത് ഇപ്പൊ തട്ടിപ്പ് നടന്നെന്ന് പറഞ്ഞിട്ട്? വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാല് എവിടുന്നൊക്കെയാണോ ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഈ വലിയ തുകകൾക്ക് നമ്മൾ അപരിചിതരായിട്ടുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് മാറിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? ഞങ്ങളിപ്പോ അങ്ങനെയാണ് ചെയ്യാറല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ എന്തും വേണ്ടി ഒരു 15,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ ഉണ്ടാക്കണേ എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടുമാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവർ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ്, ആലപ്പുഴ സീല് കണ്ട ടിക്കറ്റ് നിങ്ങൾ എന്തിനാണ് അത് എടുത്തത്? അത് വലിയ മണ്ടത്തരം അല്ലേ ഈ കാണിക്കുന്നത്? നമുക്കും ഭയങ്കര ഉത്തരവാദിത്തം. ഞങ്ങളിപ്പോ എടുക്കുന്നില്ല, അങ്ങനെ എടുക്കത്തുള്ളൂ. അത് കാരണം നമുക്കിപ്പോ വലിയ പ്രശ്നമില്ല. നമുക്ക് ഇതൊരു പാഠമായല്ലോ. ഇതിപ്പോ ഒരു തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത് നേരത്തെ ഏതെങ്കിലും ഇതിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട്. ഈ ബാർകോഡൊക്കെ വന്നതിന് ശേഷം അങ്ങനെ വലുതായിട്ട് ഇല്ലായിരുന്നു. പിന്നെ ഇതിപ്പോ ഈ ഫോട്ടോസ്റ്റാറ്റും പിടിക്കുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയല്ലോ. ഇതെന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാ ഇവര്. അല്ല ചേച്ചി, ഇവര് സാധാരണ മാസ്ക് ഒക്കെ വെച്ച് അത് ഹെൽമെറ്റ് ഒക്കെ വെച്ച് മറച്ചോണ്ടായിരിക്കും വരുന്നത് അല്ലേ? ആണ്. കായംകുളത്ത് ചെന്നപ്പോ അവര് ഞങ്ങളെ ഗ്രൂപ്പിലിട്ട് അവർക്ക് അറിയാമായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞ കയറിയിരിക്കും പൈസ ഇപ്പൊ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് അവരാരെയോ ഫോൺ എടുത്തപ്പോ ഇവ ടിക്കറ്റ് പോലും മേടിക്കാതെ ഓടിക്കളഞ്ഞു. അതാണ്.
പക്ഷെ പ്രായമുള്ള ഒരു അച്ഛനായിരുന്നു. അപ്പൊ പുള്ളിക്ക് പുറകെ ഓടാൻ പറ്റത്തില്ല. കട തുറന്നതേ ഉള്ളൂ. രാവിലെ 6 മണി ടൈമാ. 6 മണി ടൈമാ. അപ്പൊ അങ്ങനെയൊക്കെ ഇവന്മാര് എന്തോ എനിക്കറിയത്തില്ല, എന്ത് മനുഷ്യനെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന എന്ത് രീതിയാണിത്. നമുക്കൊന്നേ ചെയ്യാനുള്ള നമ്മൾ കഴിയുന്നത് അപരിചിതരായിരുന്ന ഈ ടിക്കറ്റുകൾ എടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഇപ്പൊ പരിചയമില്ലാത്തവരെ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട ഓഫീസിൽ പോയി അവർ മാറട്ടെ, നമുക്കെന്താ കാര്യം? നമുക്ക് 100 രൂപയ്ക്ക് വേണ്ടിയല്ലേ നമ്മളിത് മാറുന്നത്. അതെ അതെ അതെ.